Hi my dear students, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം എങ്ങനെ നമ്മുടെ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുക എന്നുള്ള കേസാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് റെഗുലറായിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതേസമയം വളരെ സിമ്പിളുമായിട്ട് നമുക്ക് ആൻസർ കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇപ്പം ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്ലീസ് റൈറ്റ് എ ക്വസ്റ്റ്യൻ. An electric lamp is hung vertically from the center of the flat roof of a room. The room size that is 5 meter by 5 meter and height of the room that is equal to 6 meter. And the bulb, the electric lamp, which is at a height of 4 meter above the floor. Find graphically the distance between the lamp and any one of the floor corner. So that is the question. So please write this question. So നമുക്ക് എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം, എങ്ങനെയായിരിക്കും ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമുക്കൊരു റൂമിൻ്റെ സെറ്റപ്പ് കൊണ്ടുവരണം അല്ലേ, റൂമിൻ്റെ സെറ്റപ്പും. സോ നോക്കി, റൂമിൻ്റെ സൈസും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന റൂം തന്നെ അസ്യൂം ചെയ്യുക. സോ നമ്മുടെ റൂം അല്ലേ, നിങ്ങളിരിക്കുന്ന ആ റൂം അസ്യൂം ചെയ്യുക. സോ റൂമിന് എന്താ സംഭവിക്കുക, ഈ പറഞ്ഞ പോലെ അതിന് ലെങ്ത് ഉണ്ട്, അതിനൊരു ബ്രെഡ്ത്ത് ഉണ്ട് അല്ലേ. സോ അതോടൊപ്പം തന്നെ അതിനൊരു ഹൈറ്റ് ഉണ്ട്. സോ ഇവിടെ കറക്റ്റായിട്ട് തന്നിരിക്കുകയാണ്. സപ്പോസ് ഇത് ആ റൂമിൻ്റെ ഫ്ലോർ ആയിരുന്നുവെങ്കിൽ എത്രയാണ് നമുക്ക് സൈസ് തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് 5 by 5 അല്ലേ. സോ ഇറ്റ് ഈസ് 5 by 5. സോ ദാറ്റ് മീൻസ് ഈ ഫ്ലോർ ഏരിയ അല്ലേ, സോ ദാറ്റ് ഈസ് എത്രയാണ്? 5 by 5 മീറ്റർ അല്ലേ. സോ 5 മീറ്റർ ശരിയല്ലേ. ഇനി ഈ പറഞ്ഞ റൂമിൻ്റെ ഹൈറ്റ്, അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന റൂമിൻ്റെ ഹൈറ്റ് ആലോചിച്ച് നോക്കുക. റൂമിൻ്റെ ഹൈറ്റ് സോ ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? അപ്പോൾ ഇതിനകത്തെല്ലാം നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന സംഗതിയായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്ത് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഓക്കെ, സോ എന്താണ് നമുക്ക് അതിൻ്റെ ഹൈറ്റ് തന്നിരിക്കുന്നത്? എത്ര മീറ്ററാണ് റൂമിൻ്റെ ഹൈറ്റ്? ഐ തിങ്ക് ഇറ്റ് ഈസ് 6 മീറ്റർ അല്ലേ. സോ ഈ പറഞ്ഞ റൂമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 6 മീറ്റർ. സോ അപ്പം എന്താണ് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ എന്താണ് ഈ 4 വശത്തും എന്താണ് നമ്മുടെ വോളുണ്ട് അല്ലേ. സോ റൂമിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 6 മീറ്റർ അല്ലേ. 6 മീറ്റർ ഹൈറ്റുള്ള നമ്മുടെ വോളിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ റൂമിൻ്റെ ഹൈറ്റ് ദാറ്റ് ഈസ് 6 മീറ്റർ. അതുപോലെ തന്നെ ഈ എന്താണ് നമ്മുടെ റൂമിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഫ്ലോർ സൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് 5 by 5 അല്ലേ. 5 meter by 5 meter ആൻഡ് ഹൈറ്റ് ഓഫ് ദി റൂം ദാറ്റ് ഈസ് ഈക്വൽ ടു 6 meter. ഓക്കെ, ശരിയല്ലേ. ഇനി അടുത്ത കേസ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബൾബ് എവിടെ നിൽക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എവിടെ നിൽക്കുക? ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് അറ്റ് എ ഹൈറ്റ് ഓഫ് 4 meter above ദി ഫ്ലോർ അല്ലേ. സോ ദാറ്റ് മീൻസ് ബൾബിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് ഡിഫൈൻഡ് ആണ്. ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 4 meter above ദി ഫ്ലോർ ആൻഡ് ഇറ്റ് ഈസ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ഫ്ലാറ്റ് റൂഫ് അല്ലേ. റൂഫിൻ്റെ എന്താണ് സെൻറ്ററിലാണ് നമ്മുടെ ലൈറ്റ് നിൽക്കുക. സോ ഇപ്പോൾ ഇവിടെ റൂഫുണ്ട്. സോ റൂഫിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ ലൈറ്റ് നിൽക്കുക. സോ ലൈറ്റിൻ്റെ പൊസിഷൻ എങ്ങനെ നിൽക്കുന്നത്? അപ്പം സോ റൂഫുണ്ട്, നിങ്ങളുടെ വീടിൻ്റെ ജസ്റ്റ് റൂഫ് ആലോചിച്ച് നോക്കുക. സോ റൂഫിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ ലൈറ്റ് നിൽക്കുക. സോ ലൈറ്റിൻ്റെ പൊസിഷൻ അപ്പോൾ എവിടെയാണ്? ഇതാണ് നമ്മുടെ റൂഫെങ്കിൽ അല്ലേ. സോ ഇതാണ് നമ്മുടെ റൂഫെങ്കിൽ റൂഫിൻ്റെ സെൻറ്ററിലുണ്ട്. സോ ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 4 meter above ദി ഫ്ലോറിൽ നിന്നും 4 meter above ആയിട്ട് നിൽക്കുന്നു അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ എന്താണ് ഫ്ലോർ ഇവിടെയുണ്ട്. സോ ഫ്ലോറിൽ നിന്നും 4 meter above ആയിട്ടാണ് ലൈറ്റിൻ്റെ പൊസിഷൻ. സോ ദാറ്റ് മീൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഇവിടെ ലൈറ്റ് തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ എൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് എവിടെ നിൽക്കുക? നമ്മുടെ ഫ്ലോറിൽ നിന്നും 4 meter ഹൈറ്റിലാണ്. ഓക്കെ, സോ ഇനി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ഗ്രാഫിക്കലി ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലാമ്പ് ആൻഡ് എനി വൺ ഓഫ് ദി ഫ്ലോർ കോർണർ. ഏതെങ്കിലും ഒരു ഫ്ലോർ കോർണറിൽ നിന്നും
ഈ ലാമ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ഗ്രാഫിക്കലി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആലോചിച്ച് നോക്കിക്കോണം എങ്ങനെ നിൽക്കുക. സോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്, ഈ പറഞ്ഞ ഇതിൻ്റെ സെൻറ്റർ അല്ലേ, ഈ പറഞ്ഞ റൂഫിൻ്റെ സെൻറ്ററിൽ 4 മീറ്റർ ഫ്ലോറിൽ നിന്നും 4 മീറ്റർ എബോ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ലൈറ്റിൻ്റെ പൊസിഷൻ അല്ലേ. സോ ലൈറ്റിൻ്റെ പൊസിഷൻ, ആ ലൈറ്റിലേക്ക് എവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കേണ്ടത്, ഫ്ലോറിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ. സോ ദാറ്റ് മീൻസ് ഇപ്പോൾ ഈ ഒരു കോർണറാണ് അസ്യൂം ചെയ്യുക. സപ്പോസ് ഇതാണ് നമ്മുടെ എന്താണ് ഫ്ലോറിൻ്റെ ഒരു കോർണറായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഇവിടെ 4 കോർണറിൽ ഏത് വേണമെങ്കിലും എടുത്താലും സെയിം ഡിസ്റ്റൻസ് തന്നെയായിരിക്കും. ഇതെടുക്കുക അല്ലേ. സോ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഈ പറഞ്ഞ എന്താണ് ഒരു കോർണർ. സോ സപ്പോസ് ഈ ഒരു കോർണറായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഓക്കെ, ഈ ഒരു കോർണറിൽ നിന്നും എവിടെ നിൽക്കുക, ലൈറ്റിൻ്റെ പൊസിഷൻ എവിടെയാണ്, ഈ സെൻറ്ററിൽ എവിടെയാണ് നിൽക്കുക, 4 മീറ്റർ എബോവ് ദി ഫ്ലോറിൽ നിന്നും 4 മീറ്റർ എബോവ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ പൊസിഷനും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ആണ് വാട്ട് ഈസ് ദി ട്രൂ ലെങ്ത് അല്ലെങ്കിൽ വാട്ട് ഈസ് ദി ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് ദിസ് ബൾബ് ആൻഡ് എനി വൺ ഓഫ് ദി കോർണർ അല്ലേ, എനി വൺ ഓഫ് ദി കോർണർ ഓഫ് ദി ഫ്ലോർ അല്ലേ. അതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്കത് മാർക്ക് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ വരയ്ക്കാൻ പറ്റും, ആലോചിച്ച് നോക്കിയേ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പം നമ്മൾ ഈ പറഞ്ഞ കേസ് ഗ്രാഫിക്കലി നമ്മൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ട്രൈഗണോമെട്രിക് എക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം, മാത്തമാറ്റിക്കലി ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് വി ആർ നോട്ട് ഫോളോയിങ് ദാറ്റ് മെത്തേഡ് അല്ലേ. സോ ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഗ്രാഫിക്കൽ മെത്തേഡാണ്. സോ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദി റിസൾട്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലേ. ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ മെത്തേഡ് നമുക്ക് പൈതഗോറസ് തിയറമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കേസ് മാത്തമാറ്റിക്കലോ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. വി വിൽ അപ്ലൈ എന്താണ് ദി ഗ്രാഫിക്കൽ മെത്തേഡ് ഫോർ സോൾവിങ് ദിസ് പ്രോബ്ലം. ഓക്കെ, സോ അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് എപ്പോഴും എന്തൊക്കെ വേണം, ഒരു ഈ പറഞ്ഞ സാധനത്തിനെ പ്രൊജക്റ്റ് ചെയ്യാൻ നമുക്ക് 2 പ്ലെയിൻസ് വേണം അല്ലേ. ഏതൊക്കെ വേണം, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനും വേണം, ഒരു വെർട്ടിക്കൽ പ്ലെയിനും വേണം അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ അസ്യൂം ചെയ്യുക ഏതായിരിക്കും നിങ്ങളുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഏതായിരിക്കും നിങ്ങളുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഏതായിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫ്ലോർ തന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ഇവിടെ ഒരു ഫ്ലോറിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ഫ്ലോറിൽ നിന്നും ഈ പറഞ്ഞ ലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് തന്നിരിക്കുക അല്ലേ. സോ ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലേ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ എന്താണ് നമ്മുടെ റൂമിൻ്റെ ഈ ഫ്ലോർ അല്ലേ. സോ ഇത് ഫ്ലോറായിട്ട് അസ്യൂം ചെയ്യുക. സോ ഈ ഫ്ലോറിനെ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിട്ട് അസ്യൂം ചെയ്യാം അല്ലേ. അപ്പം വെർട്ടിക്കൽ പ്ലെയിൻ ഏതായിരിക്കും, ഏതെങ്കിലും ഒരു വോളിനെ പിടിച്ച് വെർട്ടിക്കൽ പ്ലെയിൻ ആക്കുക അല്ലേ. സോ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു വോളുണ്ട്, ഇവിടെ ഒരു വോളുണ്ട്, ഇവിടെ ഒരു വോളുണ്ട് അല്ലേ. സോ ഏതെങ്കിലും ഒരു വോളിനെ പിടിച്ച് നമ്മുടെ എന്താക്കുക, ഈ പറഞ്ഞ ഏതാക്കുക, നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ ആക്കുക. സോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ഈ ഒരു വോളിനെ തന്നെ പിടിച്ച് സോ എന്താക്കുകയാണ്, വെർട്ടിക്കൽ പ്ലെയിൻ ആക്കുകയാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ അറിയാം. സോ ദാറ്റ് ഈസ് അവർ ഫ്ലോർ ആൻഡ് നമുക്ക് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ അറിയാം. സോ അതേതാണ്, ഈ പറഞ്ഞ ഈ വോളിനെ ഞാൻ പിടിച്ച് വെർട്ടിക്കൽ പ്ലെയിൻ ആക്കുന്നു. ഓക്കെ, സോ അപ്പോൾ ഞാനിനി എപ്പോഴും എവിടെ നിന്നായിരിക്കും നോക്കുക, ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് ഞാൻ നോക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഡയറക്ഷനിൽ തന്നെ ഞാൻ നോക്കുന്നു. സോ അപ്പോൾ ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ. സോ ഇപ്പം നമ്മുടെ എന്താണ് നമ്മുടെ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൺ ദി ഫസ്റ്റ് ക്വാർട്ടറിനാന്നുള്ള അസംഷൻ തന്നെ നമ്മൾ എടുക്കുവാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ സൈസ് ഇതിലേക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. ഇതിലേക്ക് ജസ്റ്റ് ഇതിൻ്റെ സൈസ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം, സോ അതായത് ദി ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ബിറ്റ്വീൻ ദിസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ എന്താ നമ്മൾ പറയുക, XY ലൈൻ അല്ലേ. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു, ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിട്ട് അസ്യൂം ചെയ്തു. അതായത് നമ്മുടെ ഫ്ലോർ എന്ന് പറയുന്നത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിട്ട് അസ്യൂം ചെയ്തു, ഇതെന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ ആയിട്ട് അസ്യൂം ചെയ്തു. ഓക്കെ, സോ ദി ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ബിറ്റ്വീൻ ദിസ് വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ദാറ്റ് മീൻസ് ഈ വോളും ഫ്ലോറും തമ്മിലുള്ള ദി ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനെ നമുക്ക് എന്ത് വിളിച്ചു, ദാറ്റ് ഈസ് ദി റെഫറൻസ് ലൈൻ ഓർ XY ലൈൻ. ഓക്കെ, സോ നമ്മൾ XY ലൈൻ മാർക്ക് ചെയ്യുവാണ്. സോ നമ്മൾ XY ലൈൻ മാർക്ക് ചെയ്യുവാണ്. ഓക്കെ, സോ XY ലൈൻ ജസ്റ്റ് മാർക്ക് ചെയ്തു. സോ XY ലൈൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ഫ്ലോർ അല്ലേ. സോ നമുക്കൊന്ന് ആലോചിച്ച് നോക്കി, ഈ പറഞ്ഞ കേസിനെ പിടിച്ച് നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ ഇതിനെ പിടിച്ച് ലൈൻ ഓഫ് റൊട്ടേഷൻ നടത്തി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എന്ത് പറ്റും, വി റൊട്ടേറ്റ് ദിസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ദാറ്റ് മീൻസ് ഈ ഫ്ലോർ താഴേക്ക് പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഫ്ലോർ ഒന്ന് വരച്ച് വെച്ചേക്കാം. സോ താഴേക്ക് പോയി ആ ഫ്ലോർ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. വാട്ട് ഈസ് ദി സൈസ് ഓഫ് ദാറ്റ് ഫ്ലോർ, 5/5 അല്ലേ, 5 മീറ്റർ ബൈ 5 മീറ്റർ. നമ്മൾ ഇതുവരെയുള്ള എല്ലാ കേസസും നമ്മൾ മില്ലിമീറ്ററിലുള്ള കേസസ് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്തുള്ളൂ അല്ലേ.
ബിക്കോസ് എങ്ങനെയാണ് എല്ലാ ഇത് ഡയമെൻഷൻസും നമ്മൾ മില്ലിമീറ്ററിലാണ് കാൽക്കുലേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ മില്ലിമീറ്ററുള്ള എന്താണ് ഡയമെൻഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് തന്നിരുന്നത് അല്ലേ. സോ അതുകൊണ്ട് നമ്മൾ ആ ഒരു കേസാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. പക്ഷേ ഇവിടെ നമുക്ക് സൈസ് തന്നിരിക്കുന്ന മീറ്ററിലാണ്. സോ ഇവിടെ മീറ്റർ നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. സോ ദാറ്റ് മീൻസ് ആ ഫുൾ സ്കെയിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്കിതിനെ ഒരു റെഡ്യൂസ്ഡ് സ്കെയിലാക്കി മാറ്റുക അല്ലേ. അതായത് എന്ത് ചെയ്യുക, ഒരു റെഡ്യൂസ്ഡ് ലെങ്ത്, അതായത് 5 മീറ്റർ നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്കെയിൽ യൂസ് ചെയ്യണം അല്ലേ, ഒരു സ്കെയിൽ യൂസ് ചെയ്യണം. അതായത് 5 മീറ്ററിനെ അതിനേക്കാളും സ്മോളറായിട്ടുള്ള ഒരു ഡയമെൻഷനായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാതെ ഇവിടെ നമ്മൾ 5 മീറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഏതെങ്കിലും ഒരു സ്മോളർ ഡയമെൻഷൻ കൊണ്ടുപോകണം. അതായത് നമ്മൾ പറയുന്നതിന് റെഡ്യൂസ്ഡ് സ്കെയിലാക്കുക. അതായത് ഈ പറഞ്ഞ സൈസ് നമുക്ക് നിങ്ങൾ തന്നെ അറിയാമല്ലോ, നിങ്ങളുടെ വീടിൻ്റെ സൈസൊക്കെ എന്താണ്, നിങ്ങളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നിങ്ങളുടെ പ്ലാനൊക്കെ കിട്ടുമ്പം എന്തായിരിക്കും, അതിൻ്റെ സൈസ് വളരെ വെരി ഹൈ സൈസായിരിക്കും. പക്ഷേ അത് ഒരു പേപ്പറിലേക്കാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യാവുന്ന ഒരു ഡയമെൻഷനിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരിക ചെയ്യുക അല്ലേ. സോ ഈ സെയിം കേസ് തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. നമുക്ക് ഡയമെൻഷൻ ചെയ്യാവുന്ന ഒരു ഇതിലേക്ക് നമ്മളിതിനെ കൊണ്ടുവരേണ്ടി വരും അല്ലേ. സോ അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് ഇതാണ്. നമ്മൾ അങ്ങനെ കൊണ്ടുവരുമ്പം, അതായത് നമ്മൾ ആ ഒരു നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്ന ഒരു ഡയമെൻഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മൾ എടുക്കേണ്ട ഒരു സ്കെയിൽ എടുക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു സ്കെയിൽ റെപ്രസെൻറ്റ് ചെയ്യുക മീൻസ് എന്താണ്, നമുക്ക് വേണ്ട നമ്മൾ വാട്ട് വി ആർ റെപ്രസെൻറ്റിങ് ഓൺ ദിസ് പ്ലെയിൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ റെപ്രസെൻറ്റിങ് ഓൺ ദിസ് പ്ലെയിൻ ഡിവൈഡഡ് ബൈ ഇസ് ആക്ച്വൽ ഡയമെൻഷൻ. അതാണ് നമ്മൾ ശരിക്കും സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് സപ്പോസ് നിങ്ങൾ ഒരു എത്രയാണ്, ഒരു 1 മീറ്ററിനെ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യണം. സോ 1 മീറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സപ്പോസ് ഒരു 10 mm ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, സോ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എന്തിനെയാണ്, 1 മീറ്ററിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. സോ 1 മീറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു 10 mm ആണെന്ന് കൂട്ടുക. സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എന്താണ്, 1 മീറ്ററിനെ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് 10 മില്ലിമീറ്റർ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് 10 മില്ലിമീറ്റർ എന്ന് പറയുന്നത് ശരിക്കും 1 മീറ്ററിൻ്റെ റെപ്രസെൻറ്റേഷനാണ് അല്ലേ. സോ നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്യുമ്പം, അതായത് നിങ്ങൾ ഈ നമ്മുടെ ഈ പറഞ്ഞ ഫിഗറിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ സപ്പോസ് 1 മീറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 10 മില്ലിമീറ്റർ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ, സോ ദാറ്റ് ഈസ് സ്കെയിൽ എന്ന് പറയുന്നത് ആക്ച്വലി വാട്ട് യു ആർ റെപ്രസെൻറ്റിങ് ഹിയർ ദാറ്റ് ഈസ് 10 millimeter അല്ലേ, divided by what is its actual dimension, so that is 1 meter അല്ലേ. സോ അപ്പം ദാറ്റ് മീൻസ് 10 mm എന്ന് പറയുന്നത് എന്താണ്, യു ആർ റെപ്രസെൻറ്റിങ് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ സെയിം ഡയമെൻഷനിലേക്ക് ആക്കുകയാണെങ്കിൽ 1000 millimeter എന്ന് പറയുന്നത് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പം എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 10 mm ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ഈ സ്കെയിൽ, സ്കെയിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, സോ എന്തായിരിക്കും 1:100. സോ ദാറ്റ് മീൻസ് 1:100 ദാറ്റ് ഈസ് യുവർ സ്കെയിൽ അല്ലേ. അതായത് എന്തായിരിക്കും, ഈ പറഞ്ഞ ആക്ച്വൽ സൈസിനേക്കാളും അല്ലേ, ദാറ്റ് ഈസ് 1 millimeter ആയിട്ട് അല്ലെങ്കിൽ 1 സൈസായിട്ട്, അതായത് 100 സൈസിനെ നിങ്ങൾ 1 സൈസായിട്ട് നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് കാണിക്കുകയാണ്. ദാറ്റ് ഈസ് എ റെഡ്യൂസ് സ്കെയിൽ അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിനകത്ത് നിങ്ങൾ ആ സ്കെയിൽ കാണിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ കാണിച്ചത് ഇല്ല എന്നോർത്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് സെയിം സൈസ് യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ ആ സ്കെയിൽ കാണിക്കുന്നത് നല്ലതായിരിക്കും. സോ സ്കെയിൽ ഈക്വൽ ടു എത്രയാണ്, സ്കെയിൽ ഈക്വൽ ടു 1:100 എന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോബ്ലം ജസ്റ്റ് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ സാധാരണ കേസിനകത്തെല്ലാം മില്ലിമീറ്റർ എന്ന് എഴുതാറുണ്ടായിരുന്നു, അല്ല മില്ലിമീറ്റർ എന്ന് എഴുതാറില്ലായിരുന്നു. ബിക്കോസ് ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm എന്ന് നിങ്ങൾ താഴെ ഓട്ടത്തിൽ എവിടെയെങ്കിലും എഴുതി വെക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ഡയമെൻഷൻസിനകത്ത് മില്ലിമീറ്റർ എന്നുള്ള കേസൊന്നും നമ്മൾ എഴുതാത്തത്. പക്ഷേ ഇവിടെ നമുക്ക് മീറ്ററിൻ്റെ കേസ് ആയതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ പറഞ്ഞ നമ്മൾ എന്താ ചെയ്തത്, ഈ പറഞ്ഞ ഫ്ലോറിനെ പിടിച്ച് എന്ത് ചെയ്തു, വി റൊട്ടേറ്റ് ദിസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ 90 degree ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ. ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 degree ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. സോ ദാറ്റ് മീൻസ് 5/5 അല്ലേ. സോ 5/5 സൈസ് നമുക്ക് അതിൻ്റെ ഫ്ലോറിൻ്റെ സൈസ് അറിയാം. സോ ഞാൻ ജസ്റ്റ് ചുമ്മാ റഫായിട്ട് ഇതിലേക്ക് ഒന്ന് വരയ്ക്കുവാണ്. ദറ്റ് ഈസ് 5/5 അല്ലേ. സോ 5/5 സൈസുള്ള നമ്മുടെ ഫ്ലോറ് അല്ലേ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. സോ ഇറ്റ് ഈസ് 5 meter ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എത്രയാണ്, 5 meter അല്ലേ. സോ ഇറ്റ് ഈസ് ഓൾസോ 5 meter. സോ അപ്പോൾ ഈ ഫ്ലോറിനെ ഞാൻ അതേപടി റെപ്രസെൻറ്റ് ചെയ്യുകയാണ് 5/5. സോ ഇറ്റ് ഈസ് 5 meter ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഓൾസോ 5 meter. ഓക്കെ, സോ 5 meter
ഓക്കെ, റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമ്മുടെ ലാമ്പ് എവിടെയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സോ ലാമ്പ് എവിടെയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലാമ്പിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വോളിൻ്റെ ഇതും കൂടെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ബൾബിലേക്ക് കിടക്കാം. ഓക്കെ, വോൾ എങ്ങനെ നിൽക്കുക? സോ ദാറ്റ് മീൻസ് ഈ വെർട്ടിക്കൽ പ്ലെയിൻ ദാറ്റ് ഈസ് അവർ വോൾ. വോളിൻ്റെ ഹൈറ്റ് എത്രയാണ്? 6 മീറ്റർ അല്ലേ? 6 മീറ്ററാണ് വോളിൻ്റെ ഹൈറ്റ്. സോ നമുക്ക് അതും കൂടെ റെപ്രസെൻറ്റ് ചെയ്തേക്കാം. സോ അതിൻ്റെ ഫ്രണ്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും. സോ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ. സോ ദാറ്റ് മീൻസ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 6 മീറ്റർ അല്ലേ? സോ 6 മീറ്റർ ജസ്റ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, സോ ഇതെല്ലാം സെയിം വെർട്ടിക്കൽ ലൈൻ തന്നെയായിരിക്കണം. So it is equal to 6 meter. Okay. ഓക്കെ, 6 മീറ്റർ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ബൾബിൻ്റെ പൊസിഷൻ ഒന്ന് ഫിക്സ് ചെയ്യണം. ഓക്കെ, ബൾബിൻ്റെ പൊസിഷൻ ഒന്ന് ഫിക്സ് ചെയ്യണം. സോ ബൾബിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നതായിരിക്കും എവിടെ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി റൂഫ് അല്ലേ? റൂഫിൻ്റെ സെൻറ്ററിലുണ്ട് നമ്മുടെ ബൾബ്. അതുപോലെ തന്നെ ഓക്കെ, ആദ്യം നമുക്കല്ലേ കോർണർ പൊസിഷൻ ഒന്ന് ഫിക്സ് ചെയ്യാം. നമ്മൾ ഏത് കോർണറിലാണ് നിൽക്കുന്നത്? സോ അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ഫ്ലോറും അല്ല, നമ്മുടെ ഫ്ലോറിൻ്റെ ഒരു കോർണറും അതോടൊപ്പം തന്നെ എന്താണ് ഈ പറഞ്ഞ ബൾബിൻ്റെ സെൻറ്റർ പൊസിഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോയിന്റ്, സോ ഇത് നമ്മുടെ ഫ്ലോറിൻ്റെ ഒരു കോർണറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഈ പോയിന്റ് ദി കോർണർ ഓഫ് അവർ ഫ്ലോറിൻ്റെ ഒരു കോർണറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ അപ്പോൾ ഇവനെവിടെയാണ് നിൽക്കുക? നോക്കിയേ, ഈ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മൾ ടോപ്പ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇത് നമുക്ക് പോയിന്റ് എ എന്ന് കൊടുക്കാം. സോ പോയിന്റ് എ എവിടെ നിൽക്കുക? ഇത്ര മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആയിട്ടുണ്ട് പോയിന്റ് എ അല്ലേ? സോ ദാറ്റ് മീൻസ് ഇത് എത്ര മീറ്ററാണ്? 5 മീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൺ ഫ്ലോറിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? സോ ഇറ്റ് ഈസ് ഓൺ ഫ്ലോർ. സോ ദാറ്റ് മീൻസ് ഈ ഒരു പോയിന്റ് നമ്മൾ ടോപ്പിൽ നോക്കുമ്പോൾ കാണുന്ന പോയിന്റ് ഇതാണ് അല്ലേ? സോ ജസ്റ്റ് നമുക്ക് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. അതുകൂടാതെ നമുക്ക് നമ്മുടെ ലൈറ്റിൻ്റെ പൊസിഷൻ. സോ ലൈറ്റ് എവിടെയാണ് നിൽക്കുക? ഇറ്റ് ഈസ് അറ്റ് ദി എവിടെയാണ്? ഇതിൻ്റെ സെൻറ്റർ ഓഫ് ദി റൂഫിൻ്റെ സെൻറ്ററിലാണ്. സോ അതായത് റൂഫിൻ്റെ സെൻറ്റർ മീൻസ് നമ്മൾ അതിൻ്റെ ടോപ്പിൽ നോക്കി എങ്ങനെയായിരിക്കും? റൂഫിൻ്റെ സെൻറ്റർ മീൻസ് നമ്മൾ ടോപ്പിൽ നോക്കുമ്പോൾ എവിടെയായിരിക്കും? സെൻറ്ററിൽ തന്നെ കാണും അല്ലേ? സെൻറ്ററിൽ തന്നെയുണ്ട് നമ്മുടെ ലൈറ്റ് അല്ലേ? സോ സെൻറ്ററിൽ തന്നെയുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ 2 ഡയഗണൽ വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പൊസിഷനിൽ ഫിക്സ് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് സൗകര്യമുള്ളവർ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടുന്ന് 2.5 ഇങ്ങോട്ട് എടുത്തു, 2.5 ഇങ്ങോട്ട് എടുത്തു, അങ്ങനെയും ഫിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡയഗണൽ വരയ്ക്കുവാണ്. സോ നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂഷനാക്കി കളഞ്ഞേക്കരുത് ലൈനെല്ലാം കൂടെ. അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്താൽ മതി? സോ ഈ ഒരു പൊസിഷനിലുണ്ട് നമ്മുടെ ബൾബ്. സോ ബൾബിൻ്റെ ടോപ്പ് വ്യൂ അല്ലേ? സോ ടോപ്പ് വ്യൂ ഇവിടെ കാണും. ഇനി ബൾബിൻ്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ കാണും. എവിടെയായിരിക്കും? എത്ര മീറ്റർ എബോവ് ആയിട്ടാണ് നിൽക്കുക? ഈ പറഞ്ഞ ഫ്ലോറിൽ നിന്നും 4 മീറ്റർ എബോവ് ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? ഫ്ലോറിൽ നിന്നും എത്ര മീറ്ററാണ്? 4 മീറ്റർ എബോവ് ആയിട്ടുണ്ട് നമ്മുടെ ബൾബ് അല്ലേ? സോ ദാറ്റ് മീൻസ് ഫ്ലോറിൽ നിന്നും 4 മീറ്റർ മീൻസ് എന്താണ്? നമ്മൾ എലിവേഷൻ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും കാണുക? സോ അതായത് ഇങ്ങനെ നിൽക്കുന്നു. ഇതാണ് നമ്മുടെ എന്താണ് XY ലൈൻ. സോ ഇത് നമ്മുടെ ഫ്ലോറ്. അപ്പോൾ എവിടെ നിൽക്കുക? ഫ്ലോറിൽ നിന്ന് 4 മീറ്റർ. സോ ദാറ്റ് മീൻസ് എന്തായിരിക്കും നിങ്ങൾ കാണുക? ഫ്രണ്ടിൽ നോക്കുമ്പോൾ എവിടെ കാണും? ഈ പറഞ്ഞ ഫ്ലോറിൽ നിന്നും 4 മീറ്റർ എബോവ് ആയിട്ട്. ദാറ്റ് മീൻസ് XY ലൈനിൽ നിന്നും 4 മീറ്റർ എബോവ് ആയിട്ട് എന്ത് കണ്ട്? നമ്മുടെ ഈ പറഞ്ഞ ലൈറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ കാണും അല്ലേ? സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ജസ്റ്റ് XY ലൈന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരച്ചു. എത്ര മീറ്റർ എബോവ് ആയിട്ടാണ്? 4 മീറ്റർ എബോവ് ആയിട്ട് അല്ലേ? സോ 4 മീറ്റർ എബോവ് ആയിട്ട് നമ്മുടെ ബൾബിൻ്റെ പൊസിഷൻ ഉണ്ട്. സോ അത് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തു. സോ ഇറ്റ് ഈസ് 4 മീറ്റർ എബോവ് പൊസിഷനിൽ നമ്മുടെ ബൾബുണ്ട് അല്ലേ? സോ ഈ ലൈനൊക്കെ കറക്റ്റ് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കണം. സോ നിങ്ങൾ കറക്റ്റായിട്ട് ജസ്റ്റ് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുക. സോ ഇത് ബി നമ്മുടെ ബൾബിൻ്റെ ടോപ്പ് വ്യൂ. അപ്പോൾ ഇതെന്തായിരിക്കും? B' നമുക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് ദി ഫ്രണ്ട് വ്യൂ ഓഫ് അവർ ബൾബ്. എവിടെയാണ് നിൽക്കുന്നത്? ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും 4 മീറ്റർ എബോവ് ആയിട്ട്, അല്ലെങ്കിൽ XY ലൈനിൽ നിന്നും 4 മീറ്റർ എബോവ് ആയിട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ
ഏതാണ് നമ്മുടെ ഫ്ലോറിൻ്റെ ഒരു കോർണർ നമുക്ക് ഫിക്സ് ചെയ്യണം. ഓക്കെ, ഫ്ലോറിൻ്റെ ഒരു കോർണർ ഫിക്സ് ചെയ്യണം. സോ സപ്പോസ് ഇതാണ് നമ്മുടെ ഫ്ലോർ എങ്കിൽ ഇത് നമ്മുടെ എക്സ് വൈ ലൈൻ. സപ്പോസ് ഇത് നമ്മുടെ കോർണറായിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ കോർണർ ഇപ്പോൾ എങ്ങനെ നിൽക്കുക, എത്ര മില്ലിമീറ്റർ എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്? എബോവ് ആണോ? ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെ നിൽക്കുക. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓൺ ഫ്ലോർ അല്ലേ. സോ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെ നിൽക്കുക. അതുപോലെ തന്നെ ഇത് എത്ര മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്? വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് എത്ര മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്? എത്ര മീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്? ഈ ഹൈറ്റ് അല്ലേ, ഈ ഡിസ്റ്റൻസ്. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? ദറ്റ് ഈസ് 5 മീറ്റർ അല്ലേ. സോ 5 മീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. സോ ദാറ്റ് മീൻസ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോയിന്റ് എവിടെയായിരിക്കും? ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഓൺ എക്സ് വൈ ലൈൻ. ടോപ്പിൽ നോക്കുമ്പോൾ എവിടെയായിരിക്കും? ഇറ്റ് ഈസ് 5 മീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് വെർട്ടിക്കൽ പ്ലെയിൻ അല്ലേ. സോ ദാറ്റ് മീൻസ് നമ്മൾ ഇതിനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്തു. സോ ദാറ്റ് മീൻസ് ഇതെന്തായിരിക്കും? ദാറ്റ് ഈസ് ദി ടോപ്പ് വ്യൂ ഓഫ് ദാറ്റ് പോയിന്റ് അല്ലേ. സോ അതിന് നമുക്ക് എന്ന് കൊടുക്കാം. അതിൻ്റെ ഫ്രണ്ട് എവിടെയുണ്ട്? ദാറ്റ് ഈസ് ഓൺ എക്സ് വൈ ലൈൻ. സോ എ ഡാഷ് എവിടെയുണ്ട്? എക്സ് വൈ ലൈനിൽ എ ഡാഷ് കാണും. അതുപോലെ തന്നെ 5 മീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആയിട്ട് നമുക്ക് അതിൻ്റെ എന്ത് കാണും? ടോപ്പ് വ്യൂ കാണും. ഓക്കെ, സോ അപ്പം നമുക്കിപ്പോൾ നിലവിൽ എന്താ കിട്ടിയേക്കുന്നത്? ഒരു ഈ പറഞ്ഞ ലൈൻ, നമുക്കൊരു ലൈൻ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഇതിൻ്റെ സെൻറ്ററിലുള്ള ആ ബൾബിൻ്റെ പൊസിഷനും ഈ കോർണർ പോയിൻറ്റും തമ്മിലുള്ള ഒരു ലൈൻ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലേ. സോ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലേ. സോ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടായി. ഈ ഡിസ്റ്റൻസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സപ്പോസ് ഈ ഡിസ്റ്റൻസിനെ നമുക്കൊരു ലൈനായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, സോ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്കൊരു ലൈനായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അല്ലേ. സോ അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പം നമുക്കിവിടെ എന്താ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന്, അതായത് ഈ പറഞ്ഞ രണ്ട് പോയിൻറ്റ്സും തമ്മിലുള്ള ആക്ച്വൽ ലെങ്ത് അല്ലേ, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ആക്ച്വൽ ഡിസ്റ്റൻസ്. സോ ദാറ്റ് മീൻസ് അതിനെ നമ്മളൊരു ലൈനായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ലൈനിൻ്റെ ടോട്ടൽ ലെങ്താണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ. സോ ഇവിടെ ഈ ടോട്ടൽ ലെങ്ത് നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അറിയാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ഇതിപ്പോൾ എങ്ങനെ നിൽക്കുക? ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആയിട്ട് നിൽക്കുക. ഇത് എച്ച് പി ആയിട്ട് ഇൻക്ലൈൻഡ് ആണ്, ഓൾസോ ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു വി പി ആയിട്ടാണ് നിൽക്കുക. സോ അതുകൊണ്ട് നമുക്ക് ഈ ആക്ച്വൽ ലെങ്ത് നമുക്ക് ഈ പറഞ്ഞ ഫ്രണ്ടിൽ നോക്കിയാലോ ടോപ്പിൽ നോക്കിയാലോ ഇപ്പം കാണാൻ പറ്റത്തില്ല അല്ലേ. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിയും ടോപ്പിയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ കേസിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടും എങ്ങനെയാണ് കാണുന്നത്, ടോപ്പിയും എങ്ങനെയാണ് കാണുന്നത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ഇതിന് രണ്ട് പോയിൻറ്റ്സ് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ എങ്ങനെയാണ് കാണുന്നത്, ടോപ്പിൽ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ കോർണർ പൊസിഷൻ അല്ലേ, ഈ കോർണർ പൊസിഷൻ നമുക്കറിയാം ഇറ്റ് ഈസ് ഓൺ എച്ച് പി ആൻഡ് 5 മീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ദറ്റ് ഈസ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ, ദറ്റ് ഈസ് എ എന്ന് പറയുന്ന ഒരു പോയിൻ്റായിട്ട് നമ്മൾ അതിനെ അസ്യൂം ചെയ്തു. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഈസ് ഓൺ എക്സ് വൈ ലൈൻ ആൻഡ് ഇറ്റ് ഈസ് 5 മീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആയിട്ട് നമ്മൾ എന്താണ് ഓൾറെഡി റെപ്രസെൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷൻ ദാറ്റ് ഈസ് ബി, അതായത് ബൾബിൻ്റെ പൊസിഷൻ. സോ അത് നമുക്ക് ഓൾറെഡി നമ്മൾ എവിടെയാണ് കറക്റ്റായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി റൂഫ്. സോ ദാറ്റ് മീൻസ് എവിടെ കാണും? ഈ പറഞ്ഞ ഇതിൻ്റെ ടോപ്പ് എവിടെയായിരിക്കും? ഇതിൻ്റെ സെൻട്രലിലായിരിക്കും കാണുക അല്ലേ. സെൻട്രലിൽ കാണും ഇതിൻ്റെ ടോപ്പ് വ്യൂ. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എലിവേഷൻ എവിടെ കാണും? ഫ്ലോറിൽ നിന്നും 4 മീറ്റർ എബോവ്. സോ ദാറ്റ് മീൻസ് എക്സ് വൈ ലൈനിൽ നിന്നും 4 മീറ്റർ എബോവ് ആയിട്ട് എന്ത് കാണും? ഈ പറഞ്ഞ കേസിൻ്റെ ഫ്രണ്ട് വ്യൂയും കാണും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഡാഷും അറിയാം, ബി ഡാഷും അറിയാം, എയും അറിയാം, ബിയും അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂയും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും അല്ലേ. സോ ദാറ്റ് മീൻസ് എ ഡാഷ് ബി ഡാഷ് ജസ്റ്റ് ജോയിൻ ചെയ്യുക. ലൈൻ ജസ്റ്റ് ജോയിൻ എ ഡാഷ് ബി ഡാഷ് ആൻഡ് എ ബി. സോ എ ഡാഷും ബി ഡാഷും എ ബിയും തമ്മിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക. So that is the front view and AB that is representing the top view. Okay, so A dash B dash കിട്ടി, AB കിട്ടി. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന സാധനം എന്താണ്? ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷ് ദാറ്റ് ഈസ് ഫ്രണ്ട് വ്യൂ ആൻഡ് എ ബി ദാറ്റ് ഈസ് ദി ടോപ്പ് വ്യൂ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂ ആണ് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത് അല്ലേ. നമുക്കിനി ആക്ച്വലി എന്താ വേണ്ടത്? ഈ കാണുന്നത്, അതായത് ഇങ്ങനെ നിൽക്കുമ്പം സപ്പോസ് ഇത് നമ്മുടെ ഫ്ലോർ ആണെങ്കിൽ ഇതതിൻ്റെ സെൻറ്റർ പൊസിഷൻ ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുവാണ് കൂട്ടുക. സോ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നമ്മൾ കാണുന്ന ഫ്രണ്ട് വ്യൂ, നമ്മൾ കാണുന്ന ടോപ്പ് വ്യൂ ആണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ആക്ച്വലി നമുക്ക് എന്താ വേണ്ടത്? ഇത് തമ്മിലുള്ള ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് പോയിന്റ് അല്ലേ. അതായത് നമുക്ക് എന്താ വേണ്ടത്? ഈ പറഞ്ഞ ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ആണ് നിങ്ങളിവിടെ കാണുന്നതെങ്കിൽ
ഇതിൻ്റെ ആക്ച്വൽ ലെങ്ത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ. സോ ഒരു ലൈൻ വിച്ച് ഈസ് ഇൻക്ലൈൻഡ് ബോത്ത് എച്ച് പി ആൻഡ് വി പി ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ഈ കേസിനകത്ത് എന്താണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നതനുസരിച്ച് ഈ പറഞ്ഞ ലൈൻ വിച്ച് ഈസ് ഇൻക്ലൈൻഡ് ബോത്ത് എച്ച് പി ആൻഡ് വി പി ആയിട്ടാണ് നിൽക്കുക. സോ ഈ കേസിനകത്ത് നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഏത് മെത്തേഡ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും? ഓൾറെഡി നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ കിട്ടിയിട്ടുണ്ട്, ഓൾറെഡി നിങ്ങൾക്ക് ടോപ്പ് വ്യൂ കിട്ടിയിട്ടുണ്ട്. ഏത് മെത്തേഡ് അപ്ലൈ ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കിട്ടുക? ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന ഏത് മെത്തേഡ് അപ്ലൈ ചെയ്തതായിരിക്കും? ഏതായിരിക്കും? പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിന് ആൻസർ കിട്ടുക അല്ലേ. അപ്പം പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുക. സോ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുക? എങ്ങനെ ചെയ്യുക? ഏതെങ്കിലും ഇവിടെ ട്രൂ ലെങ്ത് നമുക്ക് 2 പൊസിഷൻ വേണേൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സപ്പോസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് എ ഡാഷ് ബി ഡാഷ് ആണ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? എക്സ് വൈ ലൈനിൽ നിന്നും എങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കണം? എയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക അല്ലേ. സോ നിങ്ങൾ കോമ്പസ് എടുക്കുക, എക്സ് വൈ ലൈനിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക അല്ലേ. സോ എക്സ് വൈ ലൈനിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഇനി എന്ത് ചെയ്യണം? ഈ പറഞ്ഞ എ ഡാഷ് എന്നും എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. സോ നിങ്ങൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. സോ ഈ ഡിസ്റ്റൻസ് എടുത്തു എന്ത് ചെയ്യണം? ജസ്റ്റ് ഇങ്ങോട്ടൊരു ആർക്ക് വരച്ചു. സോ ഇവിടെ നമുക്ക് കൊടുക്കുക ഇറ്റ് ഈസ് A1. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? എക്സ് വൈ ലൈനിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക അല്ലേ. സോ എക്സ് വൈ ലൈനിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ബി ഡാഷിൽ നിന്നും ജസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. സോ ഇനി എന്ത് ചെയ്യാം? ഈ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിരിക്കുന്ന ലൈനിൽ നിന്നും ജസ്റ്റ് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇറ്റ് ഈസ് B1. സോ ദിസ് A1 B1 എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സോ A1 B1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ദാറ്റ് ഈസ് ദി ട്രൂ ലെങ്ത് അല്ലേ. ദാറ്റ് ഈസ് ദി ട്രൂ ലെങ്ത്. അപ്പോൾ A1 B1 ദാറ്റ് ഈസ് റെപ്രസെൻറ്റിങ് ദി ട്രൂ ലെങ്ത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. സോ ഇനി ഈ സെയിം കേസ് തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന A2 B2. അപ്പോൾ അത് ഇവിടെ ഈ പ്രോബ്ലത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ആവശ്യമില്ല. സോ ബിക്കോസ് നിങ്ങളോട് ഇതിൻ്റെ ട്രൂ ലെങ്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എന്താണ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ പറഞ്ഞ ഒരു ഫ്ലോർ കോർണറിൽ നിന്നും നമ്മുടെ ബൾബിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ് അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം. അപ്പോൾ ഇങ്ങനത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഇതൊക്കെ എങ്ങനെയാണ് ഗ്രാഫിക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആലോചിച്ച് ചെയ്യുക. സോ വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, താങ്ക് യു.